നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് കടലിൽ കുടുങ്ങിയ ടഗ് ബോട്ട് തീരത്തേക്ക് ഇടിച്ചു കയറി. കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ബോട്ട് കഴിഞ്ഞ ദിവസമാണ് കുമ്പള ഷിറിയയ്ക്ക് സമീപം 8 നോട്ടിക്കൽ മൈൽ ദൂരത്ത് സാങ്കേതിക തകരാർ കാരണം കടലിൽ കുടുങ്ങിയത്. കാസർഗോഡ് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണം തെളിയുന്നു. വീടും സ്ഥലവും സ്വന്തം പേരിൽ മാറ്റി നൽകാത്തതിനുള്ള വിരോധമാണ് ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. ലഹരിക്കളിക്കളങ്ങളോട് എന്ന സന്ദേശമുയർത്തി നാശമുക്ത് ഭാരത് അഭിയാൻ, ജില്ലാ പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ SPC കേഡറ്റ് മിക്സഡ് 7 ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളി ജസ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്നു. അജാനൂർ കടപ്പുറം കടലാക്രമണം രൂക്ഷം. 20 ദിവസത്തോളമായി ഏറെ ഭീതിയോടെ കഴിയുകയാണ് അജാനൂർ കടപ്പുറത്തെ തീരദേശവാസികൾ. കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ വാരാചരണവുമായി വിവിധ പരിപാടികൾ നടന്നു. പ്രബന്ധരചന, പ്രശ്നോത്തരി, വായനാ മത്സരം എന്നിവയും നടന്നു. അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ ജനറൽ ബോഡി യോഗം നടന്നു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് കടലിൽ കുടുങ്ങിയ ടഗ് ബോട്ട് തീരത്തേക്ക് ഇടിച്ചു കയറി. കൊല്ലത്തു നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ബോട്ട് കഴിഞ്ഞ ദിവസമാണ് കുമ്പള ഷിറിയയ്ക്ക് സമീപം 8 നോട്ടിക്കൽ മൈൽ ദൂരത്ത് സാങ്കേതിക തകരാർ കാരണം കടലിൽ കുടുങ്ങിയത്. ബോട്ടിലുണ്ടായിരുന്ന 10 പേരെയും കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി. യന്ത്ര തകരാറിനെ തുടർന്ന് മഞ്ചേശ്വരത്ത് തീരത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈലാക്കിലെ കടലിൽ കുടുങ്ങിയ ടഗ് ബോട്ട് ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് മൊഗ്രാൽ തീരത്തേക്ക് ഇടിച്ചു കയറി. അപകടം മുൻകൂട്ടി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പ് അധികൃതരും ചേർന്ന് ടഗിലുണ്ടായിരുന്ന ജീവനക്കാരെ ബോട്ടിലെത്തി രക്ഷപ്പെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് ടഗ് ഒഴുകി മൊഗ്രാൽ തീരത്തെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും തിരമാലയുമായിരുന്നു. ഈ വിവരം ടഗിലുണ്ടായിരുന്നവർ കൺട്രോൾ റൂമിൽ അറിയിച്ചിരുന്നു. കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന SR കമ്പനിയുടെ കൂറ്റൻ ടഗ് ബോട്ടാണ് സാങ്കേതിക തകരാറു മൂലം കുടുങ്ങിയത്. ബുധനാഴ്ച ബോട്ട് കടലിൽ ഒഴുകി നടക്കുന്നതായി കണ്ടതായി മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരത്തെ തുടർന്ന് തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് സ്ഥലത്തെത്തി ഇതിലുണ്ടായിരുന്ന മലയാളിയായ ക്യാപ്റ്റൻ അടക്കം 2 പേരെ മഞ്ചേശ്വരം തുറമുഖത്ത് എത്തിച്ചതിനു ശേഷം ബാക്കി ജീവനക്കാരുമായി ബോട്ട് നങ്കൂരമിട്ടു. യന്ത്ര തകരാർ പരിഹരിക്കാനായി മംഗളൂരുവിലെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമമുണ്ടായത്. പിന്നീട് മംഗളൂരുവിൽ നിന്ന് മറ്റൊരു ടഗിന്റെ സഹായത്തോടെ കെട്ടിവലിച്ച് കരയിലെത്തിക്കുന്നതിനുള്ള അനുമതി കാത്തിരിക്കെയാണ് ടഗ് ഒഴുകി മൊഗ്രാലിലെത്തിയത്. ഇതിലുണ്ടായിരുന്ന 10 പേരും സുരക്ഷിതരാണ്. വിദഗ്ധ സംഘമെത്തി ടഗ് പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണം തെളിയുന്നു. വീടും സ്ഥലവും സ്വന്തം പേരിൽ മാറ്റി നൽകാത്തതിനുള്ള വിരോധമാണ് ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. വോർക്കാടിയിൽ അമ്മയെ മകൻ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മെൽവിൻ മൊന്തേരോയെ കൃത്യത്തിലേക്ക് നയിച്ചത് അമ്മ ഹിൽഡ വീടും സ്ഥലവും പണയം വയ്ക്കുവാൻ സമ്മതിക്കാത്തതിന്റെ വൈരാഗ്യമെന്ന പ്രതിയുടെ മൊഴി. ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഹിൽഡ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തലയടിച്ചു വീണ മാതാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ബന്ധുവായ ലോലിറ്റയെ സഹായത്തിനായി വിളിച്ചു. എന്നാൽ ഹിൽഡ മരിച്ചതായി മനസ്സിലായതോടെ മെൽവിൻ തീ കൊളുത്തി മൃതദേഹം കത്തിച്ചു കളയാൻ ശ്രമിച്ചു. ലോലിറ്റ ഇത് തടയാൻ ശ്രമിച്ചുവെങ്കിലും അക്രമസക്തനായ മെൽവിൻ ഇവരെയും തീ കൊളുത്തി. സ്ഥലം വിൽപ്പന നടത്തുന്നതിന് ലോലിറ്റ തടസ്സം നിൽക്കുന്നതായ സംശയവും ഇയാൾക്ക് ഉണ്ടായിരുന്നു. സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. നേരത്തെ വിദേശത്തായിരുന്ന മെൽവിൻ നാട്ടിലെത്തി കൽപ്പണയിൽ മിഷൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. തിരിച്ചു വിദേശത്തേക്ക് പോകുവാനും വിവാഹം കഴിക്കുവാനും പണം ആവശ്യമുള്ളതിനാൽ വീടും സ്ഥലവും പണയം വയ്ക്കുവാൻ ഇയാൾ മാതാവ് ഹിൽഡയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താമസ സ്ഥലം പണയം വയ്ക്കുവാൻ ഹിൽഡയ്ക്ക് സമ്മതമുണ്ടായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു. പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിലവിൽ ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ലോലിറ്റയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ സംഭവത്തിലെ യഥാർത്ഥ വസ്തുത പുറത്തുവരികയുള്ളൂ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
തെളിവെടുപ്പ് നടപടികൾക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹർജി സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ലഹരിക്കളിക്കളങ്ങളോട് എന്ന സന്ദേശമുയർത്തി നാശമുക്ത് ഭാരത് അഭിയാൻ, ജില്ലാ പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ട്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ SPC കാഡറ്റ് മിക്സഡ് 7 ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളി ജസ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്നു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ 15 SPC ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ലഹരി കളിക്കളങ്ങളോട് എന്ന സന്ദേശമുയർത്തി നാശമുക്ത് ഭാരത് അഭിയാൻ, ജില്ലാ പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ട്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന SPC കാഡറ്റ് മിക്സഡ് 7 ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളി ജസ്റ്റ് ഫുഡ് സ്റ്റാൾ ഗ്രൗണ്ടിൽ നടന്നു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ 15 SPC ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലിയും മാർച്ച് പാസ്റ്റും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ TV മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ടർഫ് ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന മത്സരം ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ T അഖിൽ ഉദ്ഘാടനം ചെയ്തു. കളിക്കാരെ പരിചയപ്പെട്ടു. നമ്മൾ മുമ്പത്തെ കാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി കുറച്ച് വർഷങ്ങൾ കൊണ്ട് ലഹരിയുടെ ഒരു വളരെ ഭയാനകമായ നിരാളിപ്പിടുത്തത്തിലേക്കാണ് നമ്മുടെ നാടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം ഭാഗങ്ങളൊക്കെ. കാഞ്ഞങ്ങാടൊക്കെ പ്രധാനപ്പെട്ട മയക്കുമരുന്നിൻ്റെ ഒരു ഉറവിടമായിക്കൊണ്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിരന്തരം കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി പോലും ചെറിയൊരു കേസ് പറയാൻ പാടുണ്ടോയെന്നറിയില്ല, MDMA ചെറിയ ഒരു കേസും കൂടി ഞങ്ങൾ ഇന്നലെ വളരെ വൈകി പിടിച്ച്, അത് നിരന്തരം ഞങ്ങളും ഇതിനോട് ഈ മയക്കുമരുന്നിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കോർ കമ്മിറ്റി കൺവീനർ C ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ KPV രാജീവൻ, നാശമുക്ത് ഭാരത് അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ ചിത്തിര P എന്നിവർ സംസാരിച്ചു. ജനമൈത്രി ഓഫീസർ പ്രദീപൻ കോതോളി കാഡറ്റുകൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ സ്വാഗതവും SPC പ്രൊജക്ട് കോർഡിനേറ്റർ ശ്യാംകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആദ്യ മത്സരത്തിൽ GHSS ഹോസ്ദുർഗും GHSS മാലോത്ത് കസബയും ഏറ്റുമുട്ടി. പരിപാടിയിൽ SPC ചുമതലയുള്ള കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരും ഡ്രിൽ ഇൻസ്ട്രക്ടർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം കടലാക്രമണം രൂക്ഷം. 20 ദിവസത്തോളമായി ഏറെ ഭീതിയോടെ കഴിയുകയാണ് അജാനൂർ കടപ്പുറത്തെ തീരദേശവാസികൾ. മഴ കനത്തതോടെ അജാനൂർ കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. അജാനൂർ കടപ്പുറത്ത് ശക്തമായ തിരമാലകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഏറെ ഭീതിയിലാണ് തീരദേശവാസികൾ കഴിയുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്തത് ഇവരെ ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുകയാണെന്ന് വാർഡ് മെമ്പർ രവീന്ദ്രൻ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചപ്പോൾ പല ആളുകളും വന്ന് നോക്കി പോകുന്നതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിരന്തരമായിട്ട് നമ്മുടെ ചിത്താരി അഴിമുഖം പെരുമാറിക്കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രശ്നങ്ങളും മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ അഴിമുഖം ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് അജാനൂർ പഞ്ചായത്ത് നേരത്തെ തന്നെ വളരെ ദൂരം തന്നെ അഴിമുഖം വെട്ടിമാറ്റിക്കൊണ്ട് വെള്ളം പോകുന്ന സംവിധാനം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അഴിമുഖം ഗതിമാറിയിട്ട് ഏകദേശം അജാനൂർ ഫിഷ്ലാൻഡ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അഴിമുഖം ഇങ്ങോട്ടേക്ക് ഗതിമാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയാവസ്ഥയാണ്. അവർക്ക് മാറി താമസിക്കണമെങ്കിൽ തന്നെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം സന്ദർശിക്കുകയും കാര്യം വിശദീകരിക്കുകയും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നുവെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്ത് അധികൃതർ സംസാരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ തീരപ്രദേശത്തെ മെമ്പർ ഉൾപ്പെടെയുള്ള സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഉറപ്പ് നൽകുകയും ചെയ്തു. അല്ലാത്ത പക്ഷം ഈ തീരപ്രദേശത്ത് ശക്തമായ ഒരു പ്രക്ഷോഭ നടപടി കൂടെ ഉണ്ടാവും. എല്ലാ വർഷവും മഴയെത്തുന്നതോടെ മനസ്സിൽ ഭീതിയോടുകൂടിയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത്. അജാനൂർ ഹാർബർ വരുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ വാരാചരണവുമായി വിവിധ പരിപാടികൾ നടന്നു. പ്രബന്ധരചന, പ്രശ്നോത്തരി, വായനാ മത്സരം എന്നിവ നടന്നു. വായനാ വാരാചരണ പരിപാടി പ്രശസ്ത കവിയും സിനിമാ താരവുമായ ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ വാരാചരണവുമായി വ്യത്യസ്ത പരിപാടികൾ നടന്നു. പ്രബന്ധരചന, പ്രശ്നോത്തരി, വായനാ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. വായനാ വാരാചരണ പരിപാടി പ്രശസ്ത കവിയും സിനിമാ താരവുമായ ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. ഞാൻ കവിത എന്ന മേഖലയിൽ ഉള്ള ഒരാളായതുകൊണ്ട് കവിതയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. നമ്മൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്തിലാണ്. ഇവിടെ ഒരു കവി, കാഞ്ഞങ്ങാട് പ്രദേശത്തുണ്ടായിരുന്ന ഒരു കവിയുണ്ട്. ആ കവിയുടെ പേര് പി കുഞ്ഞിരാമൻ നായർ എന്നാണ്. നിങ്ങളുടെ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പി കുഞ്ഞിരാമൻ നായർ. അപ്പോ കുഞ്ഞിരാമൻ നായരുടെ ഒരു നാട്ടിൽ നിന്നാണ് നാം ഇപ്പോൾ സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. വിദ്യാലയ പ്രിൻസിപ്പൽ എൻ അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചിത്ര എം പി, ദിവ്യ എം, പ്രവീണ, ദിയ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ ജനറൽ ബോഡി യോഗം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങളെന്നാരോപിച്ചാണ് ജൂലൈ 9 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സർവീസ് സംഘടനകളും സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ ജീവനക്കാരും മുന്നിട്ടിറങ്ങണമെന്ന് കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ ജനറൽ ബോഡി യോഗത്തിലൂടെ ആവശ്യപ്പെട്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ പുതിയ ഉത്തരവ് എന്ന് പറയുന്നത് തുടർ ദിവസങ്ങളിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ ഉത്തരവിന്റെ ഭാഗമായി ഇത്തരം ജോലി സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നുപോകും. സിവിൽ സർവീസിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ സിവിൽ സർവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിനാണ് സിവിൽ സർവീസിന് രൂപം കൊടുത്തത്. ഏരിയ പ്രസിഡന്റ് പി വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV ഹേമലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംയുക്ത ട്രേഡ് യൂണിയൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജൂലൈ 9 നടക്കുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ നടത്തിയത്. BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങളെന്നാരോപിച്ച് ജൂലൈ 9 സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് നൽകിയത്. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, വൈസ് ക്യാപ്റ്റൻ AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് R സജിലാൽ, മാനേജർ സേവ ജില്ലാ സെക്രട്ടറി K സത്യ എന്നിവർക്ക് പുറമെ TK രാജൻ, എലിസബത്ത് അസീസി, PV തമ്പാൻ, AN സലീം കുമാർ, ഷിനു വള്ളിൽ, OT സുരേഷ്, M ഉണ്ണികൃഷ്ണൻ, റസിയ ജാഫർ, ഹംസ പുല്ലാട്ടിൽ, R സുരേഷ്, V കുഞ്ഞാലി, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, P കൃഷ്ണമ്മാൾ, സാബു എബ്രഹാം, P മണിമോഹൻ, T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന യോഗത്തിൽ K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കാറ്റാടി കുമാരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ കാഞ്ഞങ്ങാട് പ്രീ പ്രൈമറി മോണ്ടിസോറി TTC 2024-25 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാഞ്ഞങ്ങാട് വിദ്യാനികേതൻ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് വിതരണം ഉദ്ഘാടനം നടത്തിയത്. അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ കാഞ്ഞങ്ങാടിന്റെ 2024-25 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാഞ്ഞങ്ങാട് വിദ്യാനികേതൻ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗീകാരം ലഭിക്കുന്ന അധ്യാപിക എന്ന് പറയുന്ന ഒരു ജോലി, സാലറി ഒന്നല്ല പ്രധാനം. നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ്, ജീവിതകാലം മുഴുവൻ നമ്മൾ ടീച്ചറായിട്ടാണ് അറിയപ്പെടുക. ഒരു ജോലിക്കും ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. സത്യത്തിൽ ഒരു ജില്ലാ കളക്ടർ ആണെങ്കിൽ പോലും റിട്ടയർമെൻറ്റ് കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. പക്ഷേ ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ മരണം വരെ അവർ എന്നും അധ്യാപികയാണ്. അവരെ എല്ലാവരും സംബോധന ചെയ്യുന്നതും അധ്യാപിക എന്ന ടീച്ചർ എന്ന രീതി തന്നെയായിരിക്കും. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസോറി TTC പ്രിൻസിപ്പൽ പ്രേമലത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പി പ്രകാശൻ മാസ്റ്റർ, കുഞ്ഞിക്കണ്ണൻ, ആതിര, സമീറ തുടങ്ങിയവർ സംസാരിച്ചു. സതീശൻ കൊല്ലറക്കൽ, പ്രതാപ് മൊണാലിസ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അതുല്യ സ്വാഗതവും ലതിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോളിച്ചാൽ ഇന്റർനാഷണൽ ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി നടന്നു. PJ ബിജു പതാക ഉയർത്തി. കോളിച്ചാൽ ലയൺസ് ഇന്റർനാഷണൽ ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വിവിധ പരിപാടികളോടെയാണ് നടന്നത്. റാണിപുരം വാലി വ്യൂ റിസോർട്ടിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. CEO ജോസഫിനെയും സെക്രട്ടറിയായി ജയകുമാർ APയെയും ട്രഷററായി ഷാജി ജോസഫിനെയും തെരഞ്ഞെടുത്തു. ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ ഇലക്ഷൻ നിയന്ത്രിച്ചു. ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കാണുമ്പോഴാണ്. 80 കോടി ജനങ്ങൾ ഒരു രാത്രി ഭക്ഷണം കഴിക്കാതെ ഈ ലോകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. 2050 ആകുമ്പോഴേക്കും ഈ ലോകത്തിലെ 50% ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. 50%. ഇനിയൊരു ലോകമഹായുധം ഉണ്ടാകുന്നെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. ചടങ്ങിൽ CEO ജോസഫ് അധ്യക്ഷത വഹിച്ചു. V വേണുഗോപാൽ, P കുഞ്ഞികൃഷ്ണൻ, MN രാജീവ് എന്നിവർ സംസാരിച്ചു. സോജൻ മാത്യു സ്വാഗതവും ഷാജി ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, റാണിപുരം. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സിപ്പറ്റിന്റെ കീഴിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്കായുള്ള സ്ഥാപനമായ കൊളവയൽ നിസ്വ വിമൻസ് അക്കാദമിയുടെ 5ാം വാർഷിക സമ്മേളനം സമാപിച്ചു. കൊളവയൽ ഇട്ടമൽ നിസ്വ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സയ്യിദ് സഹ്ഫാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സിപ്പറ്റിന്റെ കീഴിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്കായുള്ള സ്ഥാപനമായ കൊളവയൽ നിസ്വ വിമൻസ് അക്കാദമിയുടെ 5ാം വാർഷിക സമ്മേളനം സമാപിച്ചു. കൊളവയൽ ഇട്ടമൽ നിസ്വ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സയ്യിദ് സഹ്വാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു തആല നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടെ നേടുമ്പോഴാണ് ഇത്രയും ഉയർന്ന പദവികൾ നമുക്ക് നേടാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? തുടർന്ന് ഉസ്താദ് ജാബിർ ഹുദവി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തി. പാലക്കി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ ഗലേജ് സ്വാഗതം പറഞ്ഞു. മുസ്താഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഷ്റഫ് കുത്തിക്കാൽ, CH ഹംസ, അബൂബക്കർ, മുഹമ്മദ് കുഞ്ഞി, മൊയ്തു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഹസീബ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. 2ാം ദിവസം നടന്ന വനിതാ സംഗമം വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ ഉദ്ഘാടനം ചെയ്തു. വെളിച്ചപ്പിച്ചാത്ത ഒരുപാട് പേര് ഇപ്പോഴുണ്ട്. അപ്പോ സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും അത്യുന്നതമായ തലങ്ങളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആയിഷ ഫർസാന അധ്യക്ഷത വഹിച്ചു. നജ്മ പാലക്കി, ആയിഷ അലി, ഹസീന ഹംസ,
ആയിഷ, ഫൗമിന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോളേജിൽ നിന്നും ഉന്നത വിജയം നേടിയവർക്കും ക്യൂസ് മത്സര വിജയികൾക്കും സമ്മാനം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വനിതകളെ പരന്ന വായനയിലേക്ക് നയിക്കുന്നതിനായി വായനാ വാരാചരണ വേളയിൽ തൃക്കരിപ്പൂർ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. അക്ഷരക്കൊയ്ത്ത് പുസ്തക ചലഞ്ചിലൂടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 300-ൽ പരം പുസ്തകങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഗ്രന്ഥാലയത്തിലേക്ക് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച GRC ഗ്രന്ഥാലയത്തിലൂടെ വനിതകളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വായിക്കാനൊരിടം ഒരുക്കുക എന്നുമുള്ള ലക്ഷ്യങ്ങളാണുള്ളത്. അക്ഷരക്കൊയ്ത്ത് പുസ്തക ചലഞ്ചിലൂടെ പ്രമുഖ പ്രസാധകരുൾപ്പെടെ വ്യത്യസ്ത ശാഖകളിലുള്ള 300-ലധികം പുസ്തകങ്ങളാണ് ഗ്രന്ഥാലയത്തിന് കൈമാറിയത്. വായനാ വാരാചരണ ഭാഗമായി ക്വിസ് മത്സരവും നടന്നു. പഞ്ചായത്ത് CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. ഇന്നെല്ലാവരും ഓരോ കുടുംബശ്രീയിൽ നിന്നും ഓരോ ബുക്ക് എന്ന നിലയിൽ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ലൈബ്രറി സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ അധ്യക്ഷസ്ഥാനം വഹിച്ച CDS ചെയർപേഴ്സൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, തൃക്കരിപ്പൂർ GRC പുതിയ സംരംഭത്തിലേക്ക് മാറിയിരിക്കുകയാണ്. GRCയുടെ രചിത ഇവിടെ ഉണ്ട്, ഞാൻ അഭിമുഖം ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകണം. ഇന്നുള്ള നിലവിലുള്ള കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം 6 മാസം കഴിഞ്ഞാൽ അവർ പുറത്തു പോകേണ്ടി വരും. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി P അരവിന്ദൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, M ഷൈമ, KM ഫരീദ, GRC കമ്മ്യൂണിറ്റി കൗൺസിലർ C രജിത എന്നിവർ സംസാരിച്ചു. വായനാ ദിന ക്വിസ് മത്സരത്തിൽ 12-ാം വാർഡിലെ KV വിദ്യ 1-ാം സ്ഥാനം നേടി. 2-ാം വാർഡിലെ വീണ പ്രീജിത്ത് 2-ാം സ്ഥാനം നേടി. വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാചരണം സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകൻ മുരളീധരൻ പാലമംഗലം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാചരണവും സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകൻ മുരളീധരൻ പാലമംഗലം മുഖ്യാതിഥിയായി പങ്കെടുത്തു. എന്തായാലും ഷംസുമാഷ് എന്നോട് പറഞ്ഞു, മാഷെ ഒന്ന് വരുമോ ചോദിച്ചു. എന്റെ സ്കൂൾ ഒരുപാട്, ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളെക്കാൾ വലിയ ഏട്ടന്മാരെ ഏച്ചുമാരെയൊക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ടീച്ചറാണ്. അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. എന്റെ നാട്ടിലെ എന്റെ സ്കൂളിലെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കാതെ പറഞ്ഞാല് അതൊരു അക്ഷരമായ തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സന്തോഷപൂർവ്വം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണുന്നത്. എന്നെ അവിടെ കേട്ട മാഷൊക്കെ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇത് ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ആഘോഷം എന്ന് പറയുന്നത് ആചരണമാണ്. സംസ്ഥാനത്തുടനീളം നമ്മൾ വായന വാരമായിട്ട് ആചരിക്കുകയാണ്. അതിന് കാരണം പറഞ്ഞു, പുതുവായി നാരായണ പണിക്കർ എന്ന് പറയുന്ന അക്ഷരങ്ങളെ സ്നേഹിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ചരമദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വായന വാരം ആഘോഷിക്കുന്നത്. JHSS ഉപ്പിലിക്കൈ ഹെഡ് മാസ്റ്റർ ഗിരീഷ് മിനിക്കാരൻ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് മനോജ്, SMC ചെയർമാൻ വിജയൻ, സീനിയർ അസിസ്റ്റന്റ് ശ്രീദേവി, നീതു എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ത്രിവേണി സ്വാഗതവും T ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പിലിക്കൈ. ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകോവിൽ ഷഠാധാര പ്രതിഷ്ഠയും ഗർഭന്യാസവും നടന്നു. അരവത്ത് ബ്രഹ്മശ്രീ പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകോവിൽ ഷഠാധാര പ്രതിഷ്ഠയും ഗർഭന്യാസവും ഭക്തിയുടെ നിറവിലാണ് നടന്നത്. അരവത്ത് ബ്രഹ്മശ്രീ KU പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഭിഷേകം, പുണ്യാഹം, ശുദ്ധി, ഉഷപൂജ, ഗണപതി ഹോമം, വാസ്തുബലി, ഷഠാധാര ഹോമം, നിധികുംഭ സമർപ്പണം എന്നിവ ഭക്തിയുടെ നിറവിൽ നടന്നു. തുടർന്ന് ഷഠാധാര പ്രതിഷ്ഠയും നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ആയമ്പാറ. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും മർദ്ദനം ഏറ്റുവാങ്ങിയതും ത്യാഗം സഹിച്ചതും ഏറെയും സോഷ്യലിസ്റ്റുകളായിരുന്നുവെന്ന് RJD ദേശീയ സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സലീം മടവൂർ. RJD തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു.
RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, E ബാലകൃഷ്ണൻ, EV ഗണേശൻ, PV വിജയൻ, C ബാലകൃഷ്ണൻ, T അജിത, M മനു, K പവിത്രൻ, KV രഘുത്തമൻ, N പത്മനാഭൻ, VK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 27-ാം തീയതി ശ്രീമതി ഇന്ദിരാഗാന്ധി പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ പത്രക്കാർ ചോദിച്ചു, പ്രധാനമന്ത്രി അങ്ങ് റായ്ബറയിൽ നിന്ന് മാറിയിട്ട് ഗുരുഗോൺ നിയോജക മണ്ഡലത്തിലേക്ക്, ഹരിയാനയിലെ ഗുരുഗോണിലേക്ക് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഇല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് റായ്ബറേലിയിലാണ്. അവർ പറഞ്ഞത് ഓൾ ഇന്ത്യ റേഡിയോ റെക്കോർഡ് ചെയ്തു, രാജ്യം മുഴുവൻ സംപ്രേഷണം ചെയ്ത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു മത്സരിക്കുന്നത് റായ്ബറേലിയിലാണ്. ഇത് 1970 ഡിസംബർ മാസം 27-ാം തീയതി. അടിയന്തരാവസ്ഥയിലെ സമരത്തിൽ പങ്കെടുത്ത P തമ്പാൻ നായർ, M കുഞ്ഞിക്കണ്ണൻ എന്നിവർ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുലരി അരവത്തിന്റെ നേതൃത്വത്തിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന നാട്ടി കാർഷികോത്സവം ജൂൺ 28-29 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലരി അരവത്തിന്റെ നേതൃത്വത്തിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന നാട്ടി കാർഷികോത്സവം ജൂൺ 28-29 തീയതികളിലായി ഉദുമ ഗ്രാമപഞ്ചായത്തിലെ മുതിയക്കാൽ പാടശേഖരത്തിലെ അരവത്ത് മുക്കുണ്ട് വയൽ കേന്ദ്രീകരിച്ച് നടക്കും. ജില്ലയിലെ 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 500ഓളം കുട്ടികൾക്ക് നെൽകൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്ന കാർഷിക പാഠശാലയായാണ് ഇത്തവണ നാട്ടി നടത്തുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ജൂൺ 28-ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് ചേററിവ് കാരണവർ കൂട്ടം സംഘടിപ്പിക്കുമെന്നും 29-ന് ഞായറാഴ്ച രാവിലെ 9:30-ന് നാട്ടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഉദുമ MLA CH കുഞ്ഞമ്പു നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പുതുക്കിയ സിലബസിലൊക്കെ തന്നെ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് നല്ല രീതിയിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട്. 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ അവർക്കതിൻ്റെ പ്രാക്ടിക്കലൊക്കെ ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഞാറ് നടാം, എന്താണ് വയൽ, ചളിയിലിറങ്ങുക, അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന രീതിയിൽ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വർഷം നാട്ടി സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഏകദേശം 500ഓളം കുട്ടികളെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദുമ ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ സഹായത്തോടെയുള്ള നാട്ടി കാർഷികോത്സവത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA CH കുഞ്ഞമ്പു അവർ രാവിലെ 9:30-ന് നിർവഹിക്കും. നാട്ടി കൺവീനർ ജയപ്രകാശ്, പുലരി സെക്രട്ടറി സനൽകുമാർ, നാട്ടി വൈസ് ചെയർമാൻ രാജേഷ് കുമാർ, വിനോദ് മേൽപ്പുറം, മോഹനൻ K, വേണുഗോപാലൻ, കുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷംസുൽ ഉലമ ഇസ്ലാമിക അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളിലെയും ബിസ്മി ഇസ്ലാമിക സ്കൂളിലെയും രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ് ഏറ്റവും മികച്ച അനുഭവമായി മാറി. ഇതോടൊപ്പം പ്രൗഢമായ ചടങ്ങിൽ ബിസ്മി ഇസ്ലാമിക് സ്കൂൾ ക്ലാസ് ഉദ്ഘാടനവും നടന്നു. കളിച്ചുല്ലസിച്ച അവധിക്കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. വീടിന്റെ തണലിൽ നിന്നു മാറി വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഈ യാത്രയിൽ രക്ഷിതാക്കൾക്ക് ആശങ്കകൾ ഏറെയുണ്ടാകും. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിനായാണ് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അൽബിർ സ്കൂളുകളിലെയും ബിസ്മി ഇസ്ലാമിക് സ്കൂളുകളിലെയും രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത്. എല്ലാ അധ്യയന വർഷത്തിൻ്റെയും ആദ്യത്തിൽ നടത്തപ്പെടുന്ന പാരന്റിംഗ് ക്ലാസ് നെല്ലിക്കട്ട അൽ മദ്രസത്തുൽ മദനിയയിലാണ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പുതുതായി നെല്ലിക്കട്ടയിൽ ആരംഭിച്ച ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ 5ാമത്തെ സ്ഥാപനത്തിൻ്റെയും ബിസ്മി ഇസ്ലാമിക് സ്കൂളിൻ്റെ ക്ലാസിൻ്റെ ഉദ്ഘാടനവും നടന്നു. പ്രൈമറി വിദ്യാർത്ഥി അബ്ദുള്ള CN ഖിറാഅത്ത് പാരായണം ചെയ്തു. അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥന നിർവഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ E അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കട്ട ഖത്തീബ് ഉസ്താദ് ഹംസത്തു സഹദി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരൊന്നും സ്ഥലത്തുണ്ടാവില്ല, ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ഉമ്മമാര് കൈവിടാതെ കണ്ട് ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പഠിപ്പിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യം വേണ്ടതുപോലെ ആ കുട്ടികൾക്ക് കൊടുത്ത് അത് ഉപയോഗപ്പെടുത്തി സ്കൂളിനെയും ടീച്ചേഴ്സിനെയും മാഷുമാരെയും മാനേജ്മെന്റിനെയും സഹായിക്കുന്ന രൂപത്തിലായിട്ട്
നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കണ്ടെത്തണം. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പാരന്റിംഗ് ക്ലാസ്സിന് പ്രശസ്ത ട്രെയിനറും മെന്റലിസ്റ്റ് വേൾഡ് റെക്കോർഡറുമായ മുഹമ്മദ് ഖാൻ മലപ്പുറം നേതൃത്വം നൽകി. മികച്ച പാരന്റിംഗിന്റെ തന്ത്രങ്ങളും വഴികളും വിവരിച്ച് രക്ഷിതാക്കളുടെ മനസ്സ് കീഴടക്കുന്ന രീതിയിലായിരുന്നു പാരന്റിംഗ് ക്ലാസ്. മികച്ച ഡ്രൈവറിനുള്ള ഉപഹാരം ബേർക്ക അൽബിർ സ്കൂൾ ഡ്രൈവർ ബഷീറിന് ജാബിർ ഹുദവി കൈമാറി. അടുത്ത വർഷത്തേക്കുള്ള അക്കാദമിയുടെ കീഴിൽ നടത്തപ്പെടുന്ന 5 അവാർഡുകളും പ്രഖ്യാപിച്ചു. ഉസ്താദ് ഇബ്രാഹിം അസ്ഹരി പള്ളങ്കോട്, അറക്ക അബ്ദുള്ള ഹാജി, താജു നെല്ലിക്കട്ട, അബ്ദുള്ള ശുക്രിയ, അഷ്റഫ് കെ ഡി, ഷിംല ഖാദർ, ആഷിഖ് ഹുദവി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 5 സ്കൂളുകളിലെയും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. ആഷിഖ് ഹുദവി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് കടലിൽ കുടുങ്ങിയ ടഗ് ബോട്ട് തീരത്തേക്ക് ഇടിച്ചു കയറി. കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ബോട്ട് കഴിഞ്ഞ ദിവസമാണ് കുമ്പള ഷിറിയയ്ക്ക് സമീപം 8 നോട്ടിക്കൽ മൈൽ ദൂരത്ത് സാങ്കേതിക തകരാർ കാരണം കടലിൽ കുടുങ്ങിയത്. കാസർഗോഡ് ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണം തെളിയുന്നു. വീടും സ്ഥലവും സ്വന്തം പേരിൽ മാറ്റി നൽകാത്തതിനുള്ള വിരോധമാണ് ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. ലഹരിക്കളിക്കളങ്ങളോട് എന്ന സന്ദേശമുയർത്തി നാശമുക്ത് ഭാരത് അഭിയാൻ, ജില്ലാ പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ SPC കേഡറ്റ് മിക്സഡ് 7 ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളി ജസ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്നു. അജാനൂർ കടപ്പുറം കടലാക്രമണം രൂക്ഷം. 20 ദിവസത്തോളമായി ഏറെ ഭീതിയോടെ കഴിയുകയാണ് അജാനൂർ കടപ്പുറത്തെ തീരദേശവാസികൾ. കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ വാരാചരണവുമായി വിവിധ പരിപാടികൾ നടന്നു. പ്രബന്ധരചന, പ്രശ്നോത്തരി, വായനാ മത്സരം എന്നിവയും നടന്നു. അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യം കേരള NGO യൂണിയൻ ഹോസ്ദുർഗ് ഏരിയ ജനറൽ ബോഡി യോഗം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.